amount of detail in all this creation is just amazing. Divine ആണെന്ന് ദൈവത്തിന്റെ ഒരു ദാനമാണെന്ന് തിരിച്ചറിയാൻ പറ്റുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ പോരാട്ടത്തിൽ പകുതി ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഹി ഹേറ്റ്സ്. എക്സോർസിസ് നടക്കുന്നത് കുമ്പസാരം കൊണ്ടില്ല, ചെകുത്താൻ ഇഷ്ടമല്ല. ഹി ഡസൻ ലൈക്ക് ദ. അതുകൊണ്ടാണ് ഈ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നേ നമ്മൾ രക്ഷിക്കാൻ. ഒരു സൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ അറിയാനായിട്ട് നമ്മൾ സൃഷ്ടിയിലോട്ട് നോക്കിയാൽ മതി. പൗലോസ്ലിയ കൊരിന്തോസർക്ക് ലേഖനത്തില് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ ദൈവത്തെ തന്റെ സൃഷ്ടപ്രപഞ്ചത്തിലൂടെ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തെ മനസ്സിലാക്കാനുള്ള പല മാർഗങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോഴേക്കും ഈ പറയുന്ന സൃഷ്ടികളിലെല്ലാം ഏറ്റവും കൂടുതൽ ദൈവം അല്ലെ, ബാക്കി എല്ലാ സൃഷ്ടികളെയും ദൈവം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് വാക്കാൽ അല്ലെങ്കിൽ കൈകൾ ഉപയോഗിക്കാതെ ജസ്റ്റ് ബൈ ഹിസ് വേർഡ് കൊണ്ടുവന്നാണ് മറ്റെല്ലാ സൃഷ്ടികൾ, മൃഗങ്ങള്, ചെടികള്, പറഞ്ഞ നാൽക്കാലികൾ, അല്ലെങ്കിൽ മറ്റെല്ലാ തരത്തിലുള്ള സസ്യലതാദികള്, മത്സ്യത്തില്, ഓഷ്യൻ, ഓൾ ദീസ് തിങ്സ്. അപ്പം ഈ യൂണിവേഴ്സിന്റെ ഒരു മാഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സ്കെയിൽ നമ്മൾ നോക്കുമ്പോൾ ഇല്ലേ, സയൻസ് പഠിക്കുന്നവർക്കുണ്ടെങ്കിൽ അറിയാം ദ റേഞ്ച് ഫ്രം വിച്ച് ദ ലെവൽ ഓഫ് ഡീറ്റെയിൽ ഇസ് അവൈലബിൾ. അതായത് ഇപ്പോൾ അറ്റോമിക് ലെവൽ പോയി കഴിഞ്ഞാൽ 10⁻⁻23 മുതൽ നമ്മൾ പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 10⁻⁴ അല്ലെങ്കിൽ 24 വരെ നമുക്ക് അത്രയും ഒരു റേഞ്ച് ഓഫ് എന്താ പറയുക സാധനങ്ങളുണ്ട്. ഫിസിക്സിലാണ് തന്നെ ക്ലാസിക്കൽ ഫിസിക്സ്, മെക്കാനിക്കൽ ഫിസിക്സ്, പിന്നെ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞിങ്ങനെ ഓരോ തരത്തിൽ amount of ഡീറ്റെയിൽ ഇൻ ഓൾ ദിസ് ക്രിയേഷൻ ഇസ് ജസ്റ്റ് അമേസിങ്. അത് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി നേർന്നാലും കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കാതെ, മുഴുവൻ കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കാത്ത സാധനമാണ്. അങ്ങനെ ഇരിക്കെ ദൈവം കൈകൊണ്ട്, നമ്മൾ ഉൽപ്പത്തി ദിവസത്തിൽ വായിക്കുന്ന പോലെ, ദൈവം കൈകൊണ്ട് തന്റെ നാസാന്തരങ്ങളിലോട്ട് തന്റെ ശ്വാസം നിശ്വസിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്താണ് മനുഷ്യൻ. ആ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് സെക്ഷുവാലിറ്റി. ഇത് പറഞ്ഞു തുടങ്ങാൻ എനിക്ക് ആഗ്രഹം. കാരണം ഗോഡ് ഹാസ് ഗിവൺ സെക്ഷുവാലിറ്റി ആസ് എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ടു മാൻകൈൻഡ്. ഞാനിപ്പോ നിങ്ങളോട് ഈ ഒരു സമയത്ത് സെക്സ് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും സെക്സ് ഇസ് ഗുഡ്? എത്ര പേർക്ക് പറയാൻ പറ്റും? കാരണം ഞാൻ എപ്പോഴും ഈ സെഷൻ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേ പിള്ളേരെല്ലാം തന്നെ ആദ്യം ഒന്ന് മടിക്കും. ദേ ആർ ക്വൈറ്റ് ഷൈ. സെക്സിനെ കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റും. കാരണം സെക്സ് എന്ന് പറയുന്നതിന് അത്രമാത്രം വൾഗറായിട്ട്, അല്ലെങ്കിൽ അതിനെ അത്രമാത്രം മോശപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് നമ്മുടെ ഒരു കൾച്ചർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഒരു പ്രൈവറ്റ് സാധനം, അല്ലെങ്കിൽ എന്താ പറയുക, ഇറ്റ്സ് സംതിങ് ഓഫ് ഡിസ്കസ്റ്റ്. കേൾക്കുമ്പോ തന്നെ നമുക്കൊരു എന്തോ ഒരു ഇക്കിളിപ്പെടുത്തുന്ന ഒരു സാധനം ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ ഈ സെക്സ് അത്രമാത്രം നല്ലതാണെന്നും സെക്സ് ഡിവൈൻ ആണെന്നും ദൈവത്തിന്റെ ഒരു ദാനമാണെന്ന് തിരിച്ചറിയാൻ പറ്റുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഈ പറയുന്ന പോരാട്ടത്തിൽ പകുതി ജയിച്ചെന്ന് പറയും. കാരണം ഇന്നത്തെ ലോകത്തില് നമ്മൾ ഇപ്പൊ നേരിടുന്നത്, പ്രത്യേകിച്ച് പ്രോ ലൈഫിന്റെ രംഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇപ്പം ഗേ സെക്സ് അല്ലെങ്കിൽ സെയിം സെക്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു മാരേജിനെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ യൂണിയനെ കുറിച്ചൊക്കെ ഒരുപാട് ആക്ടിവിസം, അല്ലെങ്കിൽ അവരൊക്കെ കുറച്ചും കൂടി ഒന്ന് നമ്മുടെ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയസിൽ കൊണ്ടുവരാനുള്ള ഒരുപാട് നിലപാടുകൾ, അല്ലെങ്കിൽ മറ്റു പല കമ്പനി, ഇപ്പൊ ജൂൺ മാസം ഒക്കെ പ്രൈഡ് മന്ത് ആയിട്ട് ആഘോഷിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസം ഒന്നും, അല്ലെങ്കിൽ ഈ വർഷം ഒന്നും അത്ര വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ബട്ട് സ്റ്റിൽ അല്ലേ. അപ്പം അത്തരത്തിലുള്ള സെക്ഷുവാലിറ്റിനെ ഡീവിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, പോണോഗ്രഫി എന്ന് പറയുമ്പോഴേക്ക് ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് എ വുമൺ, അല്ലെങ്കിൽ ഒരു ശരീരത്തെ ഏറ്റവും കൂടുതൽ വികൃതമായിട്ട്, അല്ലെങ്കിൽ അതിനെ ഒരു ഡിഗ്നിറ്റി കൊടുക്കാണ്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പോണോഗ്രഫി കാണുന്നത്. പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് കാണാവുന്ന മറ്റു കാര്യങ്ങളുണ്ട്. കോൺട്രാസെപ്ഷൻ ഇല്ലേ, ഒരു കോൺട്രാസെപ്റ്റീവ് കൾച്ചർ നമ്മൾ വളരെ അധികമായിട്ട് രൂപപ്പെട്ടു. അതായത് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സുഖത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാണെന്നും, അതില് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അതൊരു ഡിസീസ് ആണെന്ന്, അല്ലെങ്കിൽ പ്രഗ്നൻസി ഒരു ബേർഡൻ ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ദൈവം തന്റെ സൃഷ്ടികർമ്മത്തില് നമ്മളെ പങ്കാളികളാക്കുവാണ് സെക്സിലൂടെ. നമുക്ക് സെക്സ് തരുന്നവരോട് നമുക്കറിയാലോ, നമ്മുടെ വേദോറ ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്നവരാണ്. ഗോഡ് ഹാസ് മെയ്ഡ് us partners in his creative process through this divine gift of sex. ഇല്ല, ദൈവം അല്ല, നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാല് രണ്ട് വ്യക്തികള് അവർ ശരീരത്തോട് ഒന്നായി ചേർന്ന്, ഒരു സ്ത്രീയും പുരുഷനും കൂടെ ശരീരത്തിൽ ഒന്നായി ചേരുകയും അവരുടെ ഉള്ളിൽ പുതിയൊരു ജീവൻ രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത് അറ്റ് ദ മൊമെന്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. അതിനെക്കുറിച്ചൊക്കെ വളരെ രസകരമായിട്ടുള്ള പേപ്പേഴ്സ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായി. അതായത് നമ്മളെ സ്പേം വന്ന് നമ്മുടെ എഗ്ഗിൽ ഇങ്ങനെ ഫ്യൂസ് ചെയ്യുമ്പോൾ ഫ്യൂസ് ചെയ്യുന്ന ആ ഇൻസ്റ്റന്റില് ഒരു ലൈറ്റ് ഉണ്ടാവും. ദാറ്റ് ഇസ് ആക്ച്വലി, നിങ്ങൾ ഗൂഗിൾ സെർച്ച് കഴിഞ്ഞാൽ റിസർച്ച് കാണാൻ പറ്റും. ഒരു ലൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ലൈറ്റ് ദൈവത്തിന്റെ ഒരു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു എന്താ പറയാ, ഒരു പ്രസൻസ് ആയിട്ട് നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഒരു സഡൻ ഒരു സ്പാർക്ക് പോലെ ലൈറ്റ്.
അത് നല്ല രസമാണ്. അത് നമ്മൾ അതിനെ കുറിച്ച് വായിക്കുമ്പോഴേക്കും അത് എന്തുകൊണ്ടാണെന്ന് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. നോ സയന്റിസ്റ്റ് ഹാസ് എവർ കം അപ്പ് വിത്ത് നാച്ചുറൽ എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മളെ പങ്കാളികളാക്കാൻ വേണ്ടി ഇത് നമുക്ക് തന്നിരിക്കുന്ന ഒരു മഹത്തായ ഗിഫ്റ്റാണ് സെക്സ്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ പലപ്പോഴും ആൾക്കാർക്ക് ചോദിക്കാം, ഇപ്പൊ മൃഗങ്ങൾക്കും സെക്സ് ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ പട്ടികളായിക്കോട്ടെ, പൂച്ചകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള മാമൽസ് ആയിക്കോട്ടെ, അതുങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സെക്സ് ഉണ്ട്. അതുങ്ങളും സെക്സിൽ ഏർപ്പെട്ടിട്ടാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താ വ്യത്യാസം? അവിടെയാണ് മനുഷ്യന്റെ ആത്മാവിന്റെ ഒരു സാധനം വരുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനെ പറയാൻ സാധിക്കുമെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഈ മനുഷ്യന്മാർക്ക് മാത്രമേ ആത്മാവുള്ളൂ? ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ മറ്റ് പറഞ്ഞ മൃഗങ്ങളായിക്കോട്ടെ, ഇവൻ ചെടികളായിക്കോട്ടെ, ജീവിക്കുന്ന ലിവിങ് ഓർഗാനിസംസ് നമ്മൾ പറയില്ലേ സയൻസിൽ, അതിനൊക്കെ ആത്മാവുണ്ടോ ചോദിക്കട്ടെ? ഈ ഡോഗ്സിനെ വളർത്തുന്നവരുണ്ടോ? Yes. ഡോഗ്സിനെ വളർത്തുന്നവരുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ പട്ടീനെ ഇഷ്ടമാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഐ മീൻ പെറ്റ്സിനെ വളർത്തുന്നവർക്ക് നിങ്ങളുടെ പെറ്റ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതുങ്ങൾ എങ്ങാനും ഒരു ഗോഡ് ഫോർ ബിഡ്, പക്ഷെ അതുങ്ങൾ അങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിലേക്കോ, അല്ലെങ്കിൽ ആത്മാവ് അങ്ങോട്ട് മീൻ ആത്മാവില്ല എന്ന് പറയുന്നവരാണ്, പക്ഷെ അതുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും, അല്ലെങ്കിൽ ചത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഒരു വാട്ട് കംസ് ആഫ്റ്റർ? ഇനി ഐഡിയ ആലോചിച്ചുണ്ടോ? ഓക്കെ, ഞാൻ പറയാം. അതായത് സെയിന്റ് തോമസ് അക്വിനാസ്, നമ്മുടെ സഭയുടെ വേദപാരംഗതനായിരിക്കുന്ന ഒരു വലിയ സെയിന്റ് ആയിട്ടുള്ള സെയിന്റ് തോമസ് അക്വിനാസ്, അതായത് നമ്മുടെ സഭയുടെ ഒരു തിയോളജിക്കൽ ഫെയ്ത്ത്, ഡെപ്പോസിറ്റ് ഓഫ് ഫെയ്ത്തിലോട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു വിശുദ്ധനാണ് സെയിന്റ് തോമസ് അക്വിനാസ്. അദ്ദേഹത്തിന്റെ സുമ്മ തിയോളജിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവിക്കുന്ന, അല്ലെങ്കിൽ വാട്ട് വി കോൾ ആസ് ലിവിങ് ഓർഗാനിസം, ജീവൻ ഉണ്ടെങ്കിൽ ആത്മാവുണ്ട്. ഈശോ പോലും പറയുന്നുണ്ട്, ഇല്ലേ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്, അല്ലേ? അതായത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ജീവനുള്ള വസ്തു ഉണ്ടോ? ബീറ്റ് പ്ലാന്റ്, പുല്ലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിന് ആത്മാവ് ഉണ്ടെന്നാണ് സെയിന്റ് തോമസ് അക്വിനാസ് പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഫുള്ളി ഫ്ലെഷ്ഡ് ആത്മാവല്ല, അതിന് പിന്നെയും കാര്യങ്ങളുണ്ട്. അതായത് നമ്മളൊരു ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ലാപ്ടോപ്പിന് എന്തൊക്കെയുണ്ട്? സോഫ്റ്റ്വെയറും ഉണ്ട്, ഹാർഡ്വെയറും ഉണ്ട്, ഇല്ലേ? ഈ ഹാർഡ്വെയർ മാത്രം ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ ഹാർഡ്വെയറിന്റെ ഫങ്ഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കണമെങ്കിൽ അതിന് പ്രോഗ്രാം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഇൻടാഞ്ചിബിൾ ആണ്, ഹാർഡ്വെയർ ടാഞ്ചിബിൾ ആണ്, അല്ലെ? അപ്പൊ ആ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്താലേ ആ ലാപ്ടോപ്പ് കൊണ്ട് പ്രയോജനമുള്ളൂ. ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസും ആയിക്കോട്ടെ. അത് സത്യം പറഞ്ഞാൽ ഇതിനെ ഒരു ആത്മാവിന്റെ കേസ് പറയുമ്പോഴേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കാൻ ഒരു റിലേറ്റബിൾ ആയിട്ട് തോന്നിയിരിക്കുന്ന ടെക്നോളജിയാണ്. അത് പെർഫെക്റ്റ് ഒന്നുമല്ല, ഇതിൽ വാദങ്ങളാണ്, പക്ഷെ എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോ ഒരു മനുഷ്യ ശരീരം അല്ലെങ്കിൽ ആ ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഓർഗൻസും കാര്യങ്ങളൊക്കെ, അത് ഒരു ആത്മാവ് അതിന്റെ കൂടെ ഉണ്ടെങ്കിലേ അതിന് ജീവൻ, എന്താ പറയാ, വി കോൾ ഇറ്റ് അലൈവ്, അല്ലെങ്കിൽ ആ മരിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മാവ് ദേഹം വിട്ടുപോയി, ദേഹം വിട്ടുപോയി എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ മൃഗങ്ങളാണെങ്കിലും അതിന് ആത്മാവുണ്ട്, ചെടികളാണെങ്കിലും അതിന് ആത്മാവുണ്ട്. പക്ഷേ ഇതിലൊരു ഒരു ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. ഇപ്പൊ ചെടികളുടെ ആത്മാവ് എന്ന് പറയുന്നത് അതൊരു വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഇപ്പൊ നമ്മളിങ്ങനെ പല പല കാറ്റഗറി തിരിക്കുമല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പൊ ഒരു ചെടിയുടെ ഒരു വളർച്ച എടുക്കുകയാണെങ്കിൽ അത് വിത്തായിട്ടുണ്ടാവാം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു സാപ്ലിംഗ് ആവും, കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊരു ചെറിയ ചെടിയാവും, അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും വലിയൊരു വടവൃക്ഷം പോലെ ആയി മാറും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സാധനം നോക്കുകയാണെങ്കിൽ, ചെടികളുടെ ആത്മാവ് എന്ന് പറയുമ്പോഴേക്കും അതിനൊരു ചെറിയ ഒരു വെജിറ്റേറ്റീവ് പാർട്ട് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ, വെജിറ്റേറ്റീവ് ആസ്പെക്ട്. അതിന് ഇമോഷൻസ് ഇല്ല, ഫീലിങ്സ് ഇല്ല, ഒന്നുമില്ല. മൃഗങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഈ പറഞ്ഞ വെജിറ്റേറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ഇമോഷണൽ ആസ്പെക്റ്റും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ പട്ടിക്ക് സന്തോഷം തരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, അത് ഇങ്ങനെ വാലാട്ടുന്നു, ചാടുന്നു, തുള്ളുന്നു. നിങ്ങൾ ആലോചിച്ചുണ്ടോ? എങ്ങനെയാണ് ആത്മാവില്ലാത്തൊരു പട്ടിക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റുക? അതിന്റെ ഇമോഷൻസ് എവിടെ നിന്നാണ് വരുന്നത്? അതിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓണർ തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാ? അപ്പൊ ആ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയറിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ആത്മാവ് നമ്മുടെ ഉണ്ട്. നമ്മൾ മൈൻഡ് എന്നോ കോൺഷ്യൻസ് എന്നോ എന്താ പറയാം, ബട്ട് ദർ ഇസ് എ സോൾ. ദ സോൾ ഗിവ്സ് ദറ്റ് ലൈഫ്. ഓക്കെ, അപ്പം മൃഗങ്ങൾക്കുള്ള സാധനം എന്ന് പറയുമ്പോഴേക്കും അതിനൊരു ഇമോഷണൽ ആസ്പെക്ട് കൊണ്ടുണ്ട്, വെജിറ്റേറ്റീവ് ആസ്പെക്ട് ആസ് വെൽ ആസ് ഇമോഷണൽ ആസ്പെക്ട്. മനുഷ്യന്മാരിലേക്ക് വരുമ്പോഴേക്കും മനുഷ്യന്മാർക്ക് മാത്രമാണ്, അതായത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ പറയാം, ചിന്തയെ പറ്റി ചിന്തിക്കാൻ ആകെ മനുഷ്യന്മാർക്കേ പറ്റത്തുള്ളൂ. മറ്റു മൃഗങ്ങളും ചിന്തിക്കും. ഇപ്പൊ ഒരു ഇരയെ കണ്ടുകഴിഞ്ഞാൽ അതിനെ പിടിക്കണോ വേണ്ടെന്ന് സിംഹം ആലോചിക്കും. അതിന് വിശപ്പുണ്ടെങ്കിൽ സിംഹം ഇരയ്ക്ക് പിടിക്കാൻ പോകത്തുള്ളൂ, വിശപ്പില്ലെങ്കിൽ അത് ഒരിക്കലും അതിനെ അറ്റാക്ക് ചെയ്യാൻ പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഒരിക്കലും
ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ മറ്റു മൃഗങ്ങൾക്ക് സാധിക്കില്ല. ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇല്ല, നമ്മൾ ചിലപ്പോൾ തമാശയോട് പറയും, ഓ ഇന്ന് കുറേ നേരം ഇരുന്ന് ആലോചിച്ച് ഞാൻ മടുത്തു, ഇനി നാളത്തെ കുറിച്ച് എന്താ ആലോചിക്കേണ്ടത്, ഞാൻ ഇന്ന് ആലോചിച്ചിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് തമാശക്ക് പറയില്ല. അല്ലെങ്കിൽ ഇന്ന് കുറെ നേരം വെറുതെ ഇരുന്നു, ഇനി കുറെ നേരം എങ്ങനെ വെറുതെ ഇരിക്കുന്ന ആലോചിക്കട്ടെ എന്നൊക്കെ പറയില്ലേ. എന്നുവെച്ചാൽ ചിന്തയെ കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ആസ് റാഷണൽ പാർട്ട്. ഒരു റീസണിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു റാഷണൽ ആസ്പെക്റ്റും കൂടെ മനുഷ്യന്മാരുടെ ആത്മാവിനുണ്ട്. ഇത് മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത് മറ്റൊരു മൃഗത്തിനും ഇല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെക്കുള്ള ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ പോലും ഡോൾഫിന് പോലും ചിന്തയെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. ഓൺലി ഹ്യൂമൻസ് ഹാവ് ദ പവർ ടു ഹാവ് ആൻ ഇന്റലക്ട് ആൻഡ് റീസൺ ഇൻ എ റാഷണൽ മാനർ. ഓക്കെ, അപ്പൊ ഈ ഒരു വ്യത്യസ്തം അല്ല ഒരു വ്യത്യാസമാണ് മനുഷ്യന്റെ ആത്മാവിനെ മറ്റെല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇതിലും മുന്തിയ ആത്മാവാണ് ഇപ്പൊ നമ്മൾ പറയുന്ന മാലാഖമാരില്ലേ. മാലാഖമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ജസ്റ്റ് സ്പിരിച്വൽ ബീങ്സ്. അതിന് ശരീരങ്ങളില്ല. മാലാഖമാരെന്ന് പറഞ്ഞാൽ മാലാഖമാർക്കും ഉണ്ട് തീർച്ചയായിട്ടും ഒരു ആത്മാവുണ്ട്. പക്ഷേ ദാറ്റ് ഇസ് മച്ച് മോർ അഡ്വാൻസ്ഡ്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാവൽ മാലാഖമാരെ കുറിച്ച് നമ്മൾ കാവൽ മാലാഖമാരെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇപ്പോ ഓജാ ബോർഡ് പോലുള്ള കാര്യങ്ങളൊന്നും കളിക്കരുതെന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം ആത്മാവ്, ഈ പറയുന്ന മാലാഖമാരുടെ ആത്മാവ് മനുഷ്യാത്മാവിനെക്കാളും പവർഫുൾ ആയിട്ടുള്ള ആത്മാവാണ്. അതിന് ഈ പറഞ്ഞ പോലെ അതായത് ഇൻബിൽറ്റ് നോളജ് ഉണ്ട്. ദ സോൾസ് ഓഫ് അല്ലെങ്കിൽ ദ സ്പിരിറ്റ്സ് ഓഫ് ഏഞ്ചൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അശരീരികളായിട്ടുള്ള മാലാഖമാർക്ക് ഇൻബിൽറ്റ് നോളജ് ഉണ്ട്. ഓക്കെ, കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയാം. അപ്പൊ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഫാദർ മൈക്കിന്റെ ഒക്കെ ടോക്ക് കേൾക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ കാവൽ മാലാഖയുടെ പേര് അന്വേഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും കാവൽ മാലാഖയുടെ പേര് നമ്മൾ അന്വേഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സംതിങ് ലൈക്ക്, ഞാൻ അത്ര ഒന്നും പോകുന്നില്ല. എനിവേസ്, അപ്പോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് ഈസ് എക്സ്ക്ലൂസീവ് ടു ഹ്യൂമൻസ് ആൻഡ് ദാറ്റ് സോൾ ഇസ് വെരി 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 ഡിസ്റ്റിങ് ഫ്രം ഓൾ അതർ ക്രീച്ചേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇല്ലേ പുതിയൊരു ആത്മാവ് അല്ലെങ്കിൽ പുതിയൊരു ജീവൻ നമ്മൾ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി കർമ്മത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോഴേക്കും മനുഷ്യന്മാരുടെ കേസിൽ സെക്ഷുവാലിറ്റിക്ക് ഒരു ഡിവൈൻ പർപ്പസ് വരികയാണ് ഓട്ടോമാറ്റിക് ആയിട്ട്. അതുകൊണ്ട് മറ്റു മൃഗങ്ങളുടെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഹ്യൂമൻസ് ആർ എക്സ്ക്ലൂസീവ്. മാത്രമല്ല ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. അല്ലെ, ഉൽപ്പത്തി ദിവസം വായിക്കുന്നുണ്ട്, വി ആർ മെയ്ഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്, ഇമാഗോ ഡെയ് എന്ന് നമ്മൾ ലാറ്റിനിൽ പറയും. അപ്പൊ ശരിക്കും അതിൽ ആ ഒരു ഇമാഗോ ഡെയ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഒരു ഡെറിവേഷൻ ആണ് ഡിഗ്നിറ്റി. ഡിഗ്നിറ്റി എന്ന് പറയുന്ന വാക്ക് വരുന്നതിന്റെ ഡെറിവേഷൻ അവിടെ നിന്ന് ഇമാഗോ ഡെയ്, ഡിഗ്നിറ്റി. ഡിഗ്നിറ്റി എന്ന് പറയുന്ന വരുന്നത് നമ്മൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. അതർവൈസ് ദർ ഇസ് നോ റീസൺ ഫോർ ഹ്യൂമൻസ് ടു ബി ഡിഗ്നിഫൈഡ്. ഇല്ല, നമ്മൾ മൃഗങ്ങളെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ റോഡിൽ ഒരു പട്ടി കിടക്കുന്നു, റോഡിൽ ഒരാൾ കിടക്കുന്നു, ആൾക്കാർ ഡിഗ്നിറ്റി കൊടുക്കണ്ടേ? ഓഫ് കോഴ്സ് ഒരാൾക്കാർ കൊടുക്കണം, കാരണം ഈസ് എ ഹ്യൂമൻ. അപ്പോ മനുഷ്യന്മാർക്ക് മനുഷ്യനാണ് എന്നുള്ള ഒരേ കാരണം കൊണ്ട് തന്നെ ദർ ഇസ് എ ഡിഗ്നിറ്റി. ആൻഡ് ദാറ്റ് ഡിഗ്നിറ്റി കംസ് ഫ്രം ദ ഫാക്ട് ദാറ്റ് വി ആർ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്. അപ്പൊ അങ്ങനെ ഡിഗ്നിറ്റി ഉള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ സെക്ഷുവാലിറ്റിയുടെ കേസ് പറയുമ്പോഴേക്കും ഹ്യൂമൻസ് ആർ എക്സ്ക്ലൂസീവ്. അതുകൊണ്ട് തന്നെ സെക്ഷുവാലിറ്റിയുടെ കേസിൽ സെക്സ് ഇസ് ടു ബി സെലിബ്രേറ്റഡ് ഇൻ എ ഹോളി മാനർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഗോഡ് ഹാസ് ഡിസൈൻഡ് ഇറ്റ് ടു ബി സെലിബ്രേറ്റഡ്. ഇതാണ് നമ്മുടെ ലോകത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലായിരിക്കുന്ന മറ്റ് മനുഷ്യർക്ക് മിസ്സായി പോകുന്ന കാര്യം. ദേ ഓൺലി തിങ്ക് സെക്സ് ഇസ് സംതിങ് ലൈക്ക് ഓഫ് ഓൾ അതർ ആനിമൽസ്. ഇപ്പോ ചില ആൾക്കാർ പറയാറുണ്ട്, മൃഗങ്ങള് പൊതു റോട്ടിൽ ഈ പറഞ്ഞ പോലെ അതുങ്ങളുടെ ഒരു സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ സെക്സിൽ ഏർപ്പെടുന്നതോട് തെറ്റില്ല, ഇല്ലേ? ഒരു തരത്തിൽ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതിനകത്ത് എതിർപ്പുണ്ടാവാം. പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഒന്ന് പറയുവാണ്. ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ഒപ്പീനിയൻ പോട്ടെ, ഞാൻ ശരിക്കുള്ള കാര്യം പറയാം. ഈ ടൈറ്റാനിക് സിനിമയില്ലേ, ടൈറ്റാനിക് സിനിമ, ഈ ടൈറ്റാനിക് സിനിമയെ കുറിച്ച് ഒരിക്കൽ ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു ഐ ഡോണ്ട് റിമെമ്പർ ഹൂ ഇറ്റ് ഇസ്, ആള് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഗ്ലോറിഫൈഡ് ഫോർണിക്കേഷൻ. ഈ ഫോർണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഫോർണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവാഹത്തിന് മുമ്പ് ഏർപ്പെടുന്ന ലൈംഗിക ബന്ധം, അതിനാണ് ഫോർണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമയിൽ തീർച്ചയായിട്ടും കപ്പൽ പൊങ്ങുന്ന കാര്യത്തെ കുറിച്ച് കുറച്ചേ ഉള്ളൂ. പക്ഷെ മെയിൻ ആയിട്ട് ലവ് സ്റ്റോറിയാണ്. അതിന് മാത്രമല്ല ആ ഒരു കാലത്ത് പറഞ്ഞ പോലെ അത്രമാത്രം ഒരു സ്ത്രീയുടെ ശരീരം മാത്രമേ എത്ര എക്സ്പോസ്ഡ് ആയിട്ട് ഒരു ഫാമിലി ഓഡിയൻസിനെ കാണിക്കുന്ന മേ ബി വൺ ഓഫ് ദ ഫസ്റ്റ് മൂവീസ്. അപ്പം ഒരു ഗ്ലോറിഫൈഡ് ഫോർണിക്കേഷൻ ആണ് ടൈറ്റാനിക്കിൽ നടക്കുന്നതെന്നാണ് ആൾക്കാർ ദിസ് പർട്ടിക്കുലർ പേഴ്സൺ ഉള്ളത്. എനിക്ക് അത്ര ആരാന്ന് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. മാത്രം ഞാൻ ചോദിക്കുകയാണ്, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് കാണുന്ന പല സിനിമകളും, പല ബോളിവുഡ് മൂവീസ് ആയിക്കോട്ടെ, സീരീസുകൾ ആയിക്കോട്ടെ, ഈവൻ മലയാളം മൂവീസ് ആയിക്കോട്ടെ, ഇസ് ഇറ്റ് നോട്ട് നത്തിങ് ബട്ട് പബ്ലിക് എന്താ പറയാ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ? ഇസ് ഇറ്റ് നോട്ട് പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂഷൻ? ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരിക്കലും ഞാനൊരു ഒരു 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 ആള് അതിനകത്ത് അഭിനയിക്കുന്ന വ്യക്തികളെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞ് പറയുകയൊന്നുമല്ല. ഐ എം ജസ്റ്റ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ പേഴ്സണൽ തോട്ട്.
അത് നിങ്ങൾക്ക് എടുക്കാം എടുക്കാതിരിക്കാം, പക്ഷെ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സിനിമകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് ഫോർണിക്കേഷൻ അല്ല, അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ലൈംഗിക കാഴ്ചയല്ലേ. തിയേറ്ററിൽ എല്ലാവരും കൂടെ കൂട്ടിരുന്ന് കാണുന്നതും എന്നാൽ അതേ പ്രവൃത്തി ഒരാൾ റോട്ടിൽ ചെയ്യുന്നതിൽ നമ്മൾ ശരിക്കും പറഞ്ഞ എന്താ വ്യത്യാസം? പക്ഷേ കോണ്ടെക്സ്റ്റ് മാറുന്നു. മറ്റത് എന്റർടൈൻമെന്റ് ആണ്, മറ്റത് ഈ പറഞ്ഞ പോലെ ഇമ്മോറൽ ആണെന്ന് പറയുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒരേപോലെ ഒരേ തട്ടിൽ വരുന്ന കാര്യങ്ങളാണ്. എനിവേസ്, അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം ശരിക്കും നമ്മുടെ ഇന്നത്തെ ലോകത്തിന്റെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ദ ഡെവിൾ ഹാസ് വൺ ദിസ് ഗ്രേറ്റ് കോൺക്വസ്റ്റ് വേർ ഹി ഹാസ് സക്സസ്ഫുള്ളി മാനിപ്പുലേറ്റഡ് എവരിബഡി ടു തിങ്ക് ദാറ്റ് സെക്സ് ഇസ് ജസ്റ്റ് കാഷ്വൽ തിങ്, അല്ലെങ്കിൽ അത് വളരെ കാഷ്വൽ ആയിട്ട് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് അത്ര ഒരു ഹോളിനെസ്സിലോട്ട് കൊണ്ടുവരാൻ ആവശ്യമില്ലാത്ത ഒരു വളരെ മാനുഷികം, അല്ലെങ്കിൽ വളരെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സം സോർട്ട് ഓഫ് ഒരു ജസ്റ്റ് ബയോളജിക്കൽ നീഡ് ഫോർ മാൻ. അപ്പം അതിന്റെ ഒരു സംഗതിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ആ സെക്സിന്റെ ഒരു ഡിവിനിറ്റി നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. പിന്നെ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹ്യൂമാനെ വിറ്റേ എന്ന് പറയുന്ന പോളാവൻ മാർപ്പാപ്പയുടെ ആ ഒരു വണ്ടർഫുൾ ചാക്രിക ലേഖനം, അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോഫസീസ് ആയിരുന്നു. 1960-കളിൽ അത് മാർപ്പാപ്പ എഴുതുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും കാണുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പണ്ട് അത്രയും 10-50 വർഷങ്ങൾക്ക് മുമ്പ് മാർപ്പാപ്പ എഴുതിയിട്ടത്. ഓക്കെ, ഇപ്പൊ കോൺട്രസെപ്ഷനെ കുറിച്ച് പോളാറ മാർപ്പാപ്പ വളരെ 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 സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കൃത്യമായിട്ടായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ ഒരു മൊറാലിറ്റിയെ താഴോട്ട് കൊണ്ടുവരും. ഈ പറയുന്ന സെക്സ് എന്ന് പറയുന്നതിന്റെ ഒരു ഹോളിനെസ് തീർച്ചയായിട്ടും അത് കൊണ്ടുവരും പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹ്യൂമാനിറ്റി ഇറ്റ്സ് എ ഗുഡ് ബുക്ക്, തീർച്ചയായിട്ടും അത് വായിക്കണം. അപ്പം ഇന്ന് സംഭവിക്കുന്നത് എന്താ? ഇന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും സെക്സ് ഇസ് എവരിവെയർ. നമ്മൾ റോട്ടിൽ കൂടെ ചുമ്മാ പോയി കഴിഞ്ഞാൽ ബിൽ ബോർഡ്സുകൾ കണ്ടാൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ത്രീയുടെ ശരീരം എക്സ്പോസ്ഡ് ആണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ബ്ലോസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ബ്ലോസ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ബ്രായുടെ പരസ്യങ്ങളിൽ ഒരിക്കൽ പോലും ആ ബ്രായുടെ പരസ്യം കാണിക്കാനായിട്ട് ഒരു സ്ത്രീയുടെ ശരീരം ഉപയോഗിച്ചിട്ടില്ല. ഐ ഓൾവേസ് വണ്ടർ വൈ. മറ്റെല്ലാ കമ്പനികളും ഈ പറഞ്ഞ പോലെ അർദ്ധനഗ്നയോട് നിർത്തിയിരിക്കുന്ന സ്ത്രീയെ അതിങ്ങനെ അവരുടെ ഇന്നർവേസ് അണിയിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ഇമേജ് ആണ് കാണിക്കുന്നത്. ഇൻ എ വേ ദാറ്റ് ഇസ് ആക്ച്വലി അഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് ദറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. പക്ഷെ ഇന്ന് ആൾക്കാർ നോക്കുമ്പോൾ അതിനിപ്പോ എന്നാ ഇത് ഇന്നർവെയർ അല്ല, അതിന്റെ ബ്രാൻഡ് മാത്രമല്ല, അതിന്റെ ഒരു ആഡ് മാത്രമല്ല എന്ന് പറയുമ്പോഴേക്കും ദേ ഡോണ്ട് ഗെറ്റ് ദ പോയിന്റ്. ഓക്കെ, അവർക്കും അത് കുഴപ്പമില്ലാത്ത രീതിയിലായി കഴിഞ്ഞു. പക്ഷേ ദിസ് ഇസ് ആക്ച്വലി ഹാസ് ടേൺഡ് ഔട്ട് ടു ബി സംതിങ് റിയലി 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 കോമൺ. അത് ശരിയല്ല, കാരണം ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മളിങ്ങനെ കണ്ട് 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 നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നും തോന്നാത്തൊരവസ്ഥ ഇല്ലേ. ഇപ്പൊ സത്യം പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ഒരു പെണ്ണിന്റെ ശരീരം കണ്ടു കഴിഞ്ഞാല് ഒരു 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 എന്താ പറയാ, എങ്ങനെ പറയപ്പോ, അതിങ്ങനെ പറയാം. അത് ജോർഡൻ പീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഹി ഹാസ് സെഡ്, പണ്ട് ദാവീദ് രാജാവിനെ പറ്റി ഒരു അബദ്ധമുണ്ട്, അറിയാലോ അല്ലെ. ദാവീദ് രാജാവ് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൊട്ടാരത്തിൽ യുദ്ധത്തിന് പോവാണ്ട് മടിച്ച് തന്റെ കിടപ്പറയിൽ ഇങ്ങനെ വൈകുന്നേരം വരെ കിടന്നുറങ്ങി എണീറ്റ് പുറത്ത് നടന്ന് ഉലാത്തുമ്പോ നമ്മുടെ ഊറിയയുടെ ഭാര്യയായിട്ടുള്ള ബേർഷബയെ കുളിക്കുന്ന കാണും, ഒരു കുളിസിയും കാണുകയാണ് ദാവീദ് രാജാവ്. ആ കുളിസിയും കണ്ടിട്ടാണ് ആള് എന്താ പറയാ, പ്രലോഭനത്തിൽ വീണ് പോയിട്ട് ഈ പറഞ്ഞ ബേർഷബയെ ആളെ വിട്ട് വിളിച്ച് തന്റെ കിടപ്പറയിൽ കൊണ്ടുവരുന്നു. അവളുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. ഒരു 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 ഗർഭം ധരിക്കുന്നു. അതിനുശേഷം ഊറിയായെ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുത്തി ഊറിയായിനെ ഈ പറഞ്ഞ പോലെ ഭാര്യയുടെ കൂടെ മത്ത് കുടിച്ച് താമസിപ്പിച്ച് ഈ പറഞ്ഞ പോലെ എന്താക്കി, ഈ കുട്ടി ഊറിയയുടെ ആണ് വരുത്തി. എന്നിട്ട് അതിനുശേഷം തിരിച്ച് ഊറിയായെ എന്താ യുദ്ധകളത്തിലേക്ക് വിട്ടിട്ട് യുദ്ധത്തിന്റെ ഫ്രണ്ടിൽ പോയിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ട് ആ യുദ്ധത്തിൽ വെച്ച് കൊലപ്പെടുത്തുകയാണ്. ഇതാണ് ദാവീദ് ചെയ്ത ഏറ്റവും വലിയൊരു പാപം. അപ്പം നമുക്ക് ദാവീദിന്റെ ആ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ജോർഡൻ പീറ്റേഴ്സ് പറഞ്ഞ ഇങ്ങനെയാണ്, പണ്ട് ദാവീദ് രാജാവിന് ഈ പറയുന്ന ഒരു സെക്ഷൽ ആയിട്ടുള്ള സീൻ കമ്മിറ്റ് ചെയ്യാനായിട്ട് അത്രമാത്രം കഷ്ടപ്പാടായിരുന്നു. ഒരു ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പാപം ചെയ്യും, പ്രത്യേകിച്ച് ഒരു സെക്ഷൽ സിന് ചെയ്യാനായിട്ട് വളരെ 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 എളുപ്പമാണ്. പണ്ട് ദാവീദ് രാജാവ് ഒരു സ്ത്രീയുടെ നഗ്നത കാണുന്നത് ഈ പറഞ്ഞ പോലെ യുദ്ധത്തിന് പോകേണ്ട ആള് മാറി നിന്ന് അത്രമാത്രം പ്രായം കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇന്ന് ചെറിയ കുട്ടികൾ വരെ, അതായത് ലെറ്റ്സ് സേ ഒരു ഫ്രം ദി ഏജ് ഓഫ് 8 or 9 ദേ ആർ എക്സ്പോസ്ഡ് ടു നേക്കഡ് ബോഡീസ്. അത് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലത്തെ സെക്ഷൽ ആയിട്ടുള്ള പാപം ചെയ്യാനായിട്ട് പണ്ടായിരുന്നതിലും എത്രയോ മടങ്ങ് എളുപ്പമാണ്. ഇറ്റ്സ് മച്ച് മോർ ഈസിയർ ദാൻ ഇറ്റ് വാസ് ബിഫോർ. കാരണം നമുക്കിന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ മൊബൈലിൽ നമുക്ക് അവൈലബിൾ ആണ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ചില സമയത്ത് നമ്മൾ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന അശ്ലീല കണ്ടന്റ് കയറി വരും. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ബട്ട് ഇറ്റ് ജസ്റ്റ് കംസ്. ആൻഡ് ദെൻ നമ്മൾ അതിന് ഇൻഡൾജഡ് ആയി പോകുമ്പോഴേക്കും പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ചില സമയം നമ്മൾ സെർച്ച് അടിക്കുമ്പോഴേക്കും എന്തുമാത്രം വൾഗർ കണ്ടന്റ് ആണ് കയറി വരുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഫീഡിൽ അങ്ങനെ നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞാൻ തന്നെ ഇപ്പോൾ റീസെറ്റ് ചെയ്യും, ഫീഡ് വരുമ്പോൾ റീസെറ്റ് ചെയ്തിട്ട് പിന്നെയും പോകും. ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, എനിക്ക് പലപ്പോഴും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് അടിക്കുമ്പോഴേക്കും ഇതുപോലെ കുറെ വൾഗർ കണ്ടന്റ് ഇടുന്നത്. നമ്മുടെ നാട്ടിൽ, അതായത് ഇന്നത്തെ ലോകത്ത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ ആൾക്കാർക്ക്. ഇറ്റ് ഇസ് നത്തിങ് ഡിവൈൻ. അതിനൊരു ഡിവൈൻ ആസ്പെക്ട് ഒന്നും നമ്മുടെ ആൾക്കാരൊന്ന് കൺസിഡർ ചെയ്യുന്നില്ല. അത് ചെകുത്താന്റെ വലിയൊരു വിജയമാണ്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലേക്ക് വരാം.
എന്തുകൊണ്ടായിരിക്കും ചെകുത്താൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? യേശപ്രവാചന്റെ പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു 14-ാം അധ്യായത്തിൽ ചെകുത്താൻ എങ്ങനെയാണ് പോയെന്നുള്ളതിനെ കുറിച്ച് ഒരു സാധനം പറയുന്നുണ്ട്, ലൂസിഫറിന്റെ കാര്യമൊക്കെ. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കേട്ടിരിക്കുന്ന മറ്റൊരു ട്രഡീഷൻ ഇങ്ങനെയാണ്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യന്മാരുടെ ആത്മാവിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആത്മാവ് ഈ പറയുന്ന മാലാഖമാർക്കുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോ സെറാഫിംസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഗബ്രിയേൽ, മൈക്കിൾ, റഫായൽ എന്ന് പറയുന്ന ആർക്ക് ഏഞ്ചൽസ്, പിന്നെ കെരൂബുകൾ എന്ന് പറഞ്ഞ പല പല ഇഷ്ടംപോലെ ആത്മാക്കളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന മാലാഖമാരുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പോലെ, അവരെയൊക്കെ പോലെ തന്നെ ഏറ്റവും നല്ലൊരു ഒരു ഒരു മുന്തിയ ഒരു ആത്മാവായിരുന്നു ലൂസിഫർ, അല്ലേ? യേശപ്രവാചന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ലൂസിഫർ എന്ന് പറഞ്ഞാൽ പ്രിൻസ്, എന്താ പറയാ, മോർണിംഗ് സ്റ്റാർ എന്ന് അങ്ങനെ എന്തോ ആണ്, അല്ലെങ്കിൽ ദ പ്രിൻസ് ഓഫ് ലൈറ്റ്, മെസഞ്ചർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു 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 അർത്ഥമാണ് ലൂസിഫർ എന്ന് പറഞ്ഞ വാക്കിനുള്ളത്. അപ്പൊ ഈ മെസഞ്ചർ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ മാലാഖ എങ്ങനെയാണ് പിന്നെ അന്ധകാരത്തിന്റെ രാജകുമാരനായത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം. ഹൗ ഡിഡ് ദ പ്രിൻസ് ഓഫ്, അല്ലെങ്കിൽ ഹൗ ഡിഡ് ദ മെസഞ്ചർ ഓഫ് ലൈറ്റ് ബിക്കേം ദ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്? അപ്പം ഈ ലൂസിഫറിന്റെ ഒരു കേസ് നമ്മളിങ്ങനെ ട്രഡീഷൻ പറഞ്ഞു വരുമ്പോഴേക്കും, ദൈവം മനുഷ്യനെ തന്റെ സൃഷ്ടിയുടെ മുഴുവൻ മകുടമായിട്ട് സ്ഥാപിച്ചു. ഓക്കെ, തന്റെ സൃഷ്ടിയുടെ മുഴുവനും മകുടമായിട്ട് മനുഷ്യനെ സ്ഥാപിച്ചു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരങ്ങളുണ്ട്, അത് മാത്രമല്ല ആത്മാവിന്റെ കേസ് പറയുമ്പോഴേക്കും മാലാഖമാരെക്കാൾ താഴെയാണ് അവരുടെ ഒരു ഹൈറാർക്കി, ഇല്ലേ? മനുഷ്യന്മാരെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആത്മാക്കളാണ് ഈ പറഞ്ഞ മാലാഖമാർക്കുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ പറയുന്ന ലൂസിഫറിന് അവനൊരു ഒരു ഒരു ദൈവത്തോട് ചെറിയൊരു ഒരു ഒരു ഈർഷ്യ. അതായത് തന്നെക്കാളും ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തന്നെക്കാളും ഒരുപാട് തരം താന്ന, അല്ലെങ്കിൽ ഒരു ഗ്രേഡ് കുറഞ്ഞ ആത്മാവിനെ സൃഷ്ടിയുടെ മുഴുവൻ മകുടമാക്കി. മാത്രമല്ല, അവർക്കില്ലാത്ത ഒന്ന് മനുഷ്യന്മാർക്ക് കൊടുക്കുകയും ചെയ്തു. എന്താ അത്? സെക്ഷുവാലിറ്റി, ഇല്ലേ? മാലാഖമാർക്ക് സെക്സ് ഉണ്ടോ? മാലാഖമാർക്ക് സെക്സും ഇല്ല, ജെൻഡറും ഇല്ല. അങ്ങനെ ഇരിക്കെ ഈ പറഞ്ഞ പോലെ നമ്മളെ അത്രമാത്രം ദൈവം ഉയർത്തിയപ്പോ അത് അവന് ഇടർച്ചയ്ക്ക് കാരണമായി, ലൂസിഫറിന് ഇടർച്ചയ്ക്ക് കാരണമായി. അങ്ങനെ അവൻ ദൈവത്തോട് റിബൽ ചെയ്തപ്പോഴേക്കുമാണ് ദൈവം അവനെ പറഞ്ഞ പോലെ പുറത്താക്കിയത്, ഇല്ലേ? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോഴേക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കും. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിനകത്ത് 2 മരം ഉണ്ടായിരുന്നു, ഇല്ലേ? ജീവന്റെ വൃക്ഷം ഉണ്ടായിരുന്നു, നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഈ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിൽ നിന്ന് ഹവ്വയും ആദവും കൂടെ ആപ്പിൾ കഴിച്ചപ്പോഴേക്കുമാണ് പാപം കടന്നു വരുന്നതും, പിന്നീട് നമ്മൾ ഈ പറഞ്ഞ പോലെ പുറത്താക്കപ്പെടുന്നതും. ശരിക്കും പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെട്ടത് ദൈവം നമ്മളെ ശിക്ഷിക്കുകയല്ല ചെയ്തേ, ദൈവം നമ്മളെ രക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ദൈവം നമ്മളെ പ്രിസർവ് ചെയ്യുമായിരുന്നു, ഇല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയാമോ? മാലാഖമാർക്ക്, നിങ്ങളിങ്ങനെ ചിലപ്പോൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാണ്, ഞാൻ പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ചെകുത്താൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊരു എളുപ്പമായിരുന്നു. ഈ ചെകുത്താൻ ഈ പറഞ്ഞ പോലെ ദൈവത്തിനത് തിരിഞ്ഞുകൊണ്ടാണല്ലോ അവൻ ലോകത്തിൽ മുഴുവൻ ഇറങ്ങി നടന്ന് ഈ ആൾക്കാരെ മുഴുവൻ പറ്റിച്ച് പാപം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ചെകുത്താന് മാനസാന്തരം കൊടുക്കണമെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, മാലാഖമാർക്ക് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാനസാന്തരപ്പെടാൻ പറ്റില്ല. അവർ ഒരിക്കൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് there is no room for repentance for angels. അതിന് കാരണം അവർ ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ കൂടെ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കഴിച്ചിരുന്നു എന്നുള്ള ഒരു ട്രഡീഷനാണ്. അപ്പൊ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വി ബിക്കം ഇമ്മോർട്ടൽ, അല്ലെ? മാലാഖമാർ ഇമ്മോർട്ടൽ ആണ്, അവർക്ക് ഈ പറഞ്ഞ പോലെ മരണമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുക, മരണമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അനുദപിക്കാനും, അവർക്ക് അവരുടെ ആ ഒരു വില്ലും വ്യത്യാസമുണ്ട്. ദേ ഹാവ് എ വെരി പെർമനന്റ് വിൽ. അപ്പോ അവര് നമുക്കെന്ന് പറഞ്ഞാൽ, മനുഷ്യന്മാരുടെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തിരിച്ച് ദൈവത്തിനോട് ചെല്ലാൻ അവസരമുണ്ട്. അത് കാരണം ദൈവം നമ്മളെ ആ ഒരു വഴിക്ക് ആക്കിയത് കൊണ്ട്. അതാ പറഞ്ഞേ, ഏദൻ തോട്ടത്തിൽ നിന്നും ആദ്യത്തെ ഹവ്വായും ദൈവം പുറത്താക്കിയതിന്റെ പിന്നിൽ പണിഷ്മെന്റ് അല്ല, നമ്മൾ ശരിക്കും രക്ഷിക്കലായിരുന്നു. നമ്മള് പറഞ്ഞ ആദോ ഹവ്വയും അന്ന് നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ വൃക്ഷത്തിനോടൊപ്പം തന്നെ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കൂടെ ഭക്ഷിച്ചിരുന്നെങ്കിൽ മാനസാന്തരം, അല്ലെങ്കിൽ ഒരു അനുതാപം എന്ന് പറയുന്ന സാധനമേ ഉണ്ടാവത്തില്ല. ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇംപോസിബിൾ. ഓക്കെ, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തീർച്ചയായിട്ടും ഇമ്മോർട്ടലായിട്ട് തന്നെയാണ്. ആ ഇമ്മോർട്ടാലിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം ജീവന്റെ വൃക്ഷം നമ്മുടെ ഏദൻ തോട്ടത്തിൽ നട്ടേ എന്നുള്ളതാണ് ഒരു ധാരണ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പാപാവസ്ഥയിൽ ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്നോട് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ then that becomes a really big problem. ദൈവത്തിന് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. അതുകൊണ്ട് he kicked us out of Eden, and then he devised this beautiful salvific plan where he sends his only son. ഈശോയെ നമുക്ക് വേണ്ടി അയക്കുന്നു, ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്നു, നമ്മുടെ എല്ലാ പാപങ്ങളുടെയും കടം ഈശോ തന്റെ രക്തത്താൽ വീട്ടുന്നു. വാല്യൂ, ഇറ്റ്സ് ഇൻവാല്യുബിൾ ആൻഡ് ഇറ്റ്സ് എ പ്രൈസ്ലെസ്, എന്താ പറയാ, കോസ്റ്റ് ഓഫ് ജീസസ് ബ്ലഡ് ദാറ്റ് ഹാസ് ക്ലിയർഡ് ഓൾ അവർ ഡെറ്റ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചെകുത്താനെ സംബന്ധിച്ച് അവൻ ദൈവത്തിനെതിരെ തിരിഞ്ഞു, ആൻഡ് ഹി വാസ് ത്രസ്റ്റ് ഇൻ ടു ഹെൽ. അപ്പോ ദൈവം മനുഷ്യന്മാർക്ക് നൽകിയിരിക്കുന്ന സെക്ഷുവാലിറ്റി അവനില്ല, ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഹി ഹേറ്റ്സ്. ചെകുത്താന് സെക്സ് ഇഷ്ടമല്ല. ഹി ഹേറ്റ്സ് ഇറ്റ് ലൈക്ക് എനിത്തിങ്.
ഇത് തിയോളജി ഓഫ് ദി ബോഡിയിൽ ജോൺ പോൾ മാർപ്പാപ്പ നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. ദ ഡെവിൾ ഹെയ്റ്റ്സ് സെക്സ്, ഹി ഹെയ്റ്റ്സ് ഇറ്റ്. അതുകൊണ്ട് തന്നെ അവൻ ഈ പറയുന്ന ദൈവം വളരെ ഭംഗിയായിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യത്തെ അവൻ ഏറ്റവും കൂടുതൽ വൾഗറാക്കി, ഏറ്റവും കൂടുതൽ മോശമാക്കി, ഏറ്റവും കൂടുതൽ പെർവേർട്ടാക്കി നമുക്ക് തന്നു. ഇല്ലേ? ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലോകത്ത് ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതല്ലേ? യെസ് ഓർ നോ പറയാവോ? ഗോഡ് ക്രിയേറ്റഡ് എല്ലാം, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതല്ലേ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അതെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെങ്കിൽ ഈ ലോകത്തിൽ പിന്നെ ഇതുപോലുള്ള അക്രമവും അനീതി അഴിമതിയും അതുപോലെ ഈ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? ഗോഡ് ക്രിയേറ്റഡ് എവറിത്തിങ് ടു ബി ഗുഡ്. ഗോഡ് ഇസ് ഓൾസോ ഗുഡ്. അപ്പൊ ഈ പറഞ്ഞ അനീതിയും അക്രമവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ എത്രമാത്രം കുടിലത അല്ലെങ്കിൽ അക്രമം കാണിക്കുന്നതൊക്കെ എവിടെ നിന്ന് വന്നു? ദൈവം ദുഷ്ടനായതുകൊണ്ടാണോ? ദൈവം മോശക്കാരനായതുകൊണ്ടാണോ? ദൈവം ഇതെല്ലാം അറിയുന്ന ആളല്ലേ? ദൈവം ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതാക്കുന്നില്ല. ഒരാൾ എഴുതിയിട്ടുണ്ട് ദാറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ ദ ഡെവിൾ. പക്ഷേ ചെകുത്താനെ സൃഷ്ടിക്കാൻ പറ്റുമോ? ക്യാൻ ദ ഡെവിൾ ക്രിയേറ്റ് സംതിങ്? ഇല്ല. ചെകുത്താനൊന്നും സൃഷ്ടിക്കാനും പറ്റത്തില്ല. ദൈവം സൃഷ്ടിച്ചെല്ലാം നല്ലതാണ് താനും. പിന്നെ എങ്ങനെയാണ് തിന്മയും അല്ലെങ്കിൽ ഈ മോശപ്പെട്ട കാര്യങ്ങൾ വന്നത്? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. ഗോഡ് ഇസ് ദ ക്രിയേറ്റർ ആൻഡ് ഹി ഹാസ് ഹിസ് ക്ലേ. ദൈവത്തിന്റെ കളിമണ്ണുണ്ട്. ദൈവത്തിന്റെ കയ്യിലെ കളിമണ്ണുള്ളൂ. ചെകുത്താന് കളിമണ്ണില്ല. അവന് കളിമണ്ണ് ഉണ്ടാക്കാനും പറ്റത്തില്ല, അവനൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ യോഹന്നാന്റെ സുവിശേഷം 10:10 ഈശോ പറയുന്നത് പോലെ, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധം ഉണ്ടാകാനും. അല്ലേ? മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനും. ദ ഡെവിൾ ഡസ് ദിസ്. അവൻ മോഷ്ടിച്ചു. അവൻ ദൈവം നല്ലതായിട്ട് സൃഷ്ടിച്ചതിനെ മോഷ്ടിച്ച് അതിനെ നശിപ്പിച്ച് നമുക്ക് തരുവാണ്. ഹി ഹാസ് സ്റ്റോളൻ ദ ഗുഡ് ക്ലേ ഓഫ് ഗോഡ് ആൻഡ് ഹി ഹാസ് പെർവേർട്ടഡ് ഇറ്റ്. ഹി ഹാസ് എന്താ പറയാ, മേഡ് ഇറ്റ് വെരി അഗ്ലി ആൻഡ് ഹി ഹാസ് ഗിവൺ ഇറ്റ് ആൻഡ് മാനിപ്പുലേറ്റഡ് ദ പീപ്പിൾ. അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ഈ പറയുന്ന സമൂഹത്തിൽ തിന്മയും മറ്റെല്ലാം കടന്നു വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു ഒരു ആബ്സെൻസ് ഇല്ല. ദൈവം ആബ്സെന്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ ജോബിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോഴേക്കും ജോബിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, ചെകുത്താൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുമ്പോ ദൈവം ജോബിനെ കുറിച്ച് ചെകുത്താനോട് ചോദിക്കുന്നു. അപ്പൊ ചെകുത്താൻ പറയുന്നു, നീ അവനെല്ലാം കൊടുക്കുന്നതുകൊണ്ടാവും നിനക്കെതിരെ പോകുന്നത്, നീ അവന്റെ കയ്യിൽ നിന്ന് എടുത്തു നോക്കുക, അപ്പൊ അവൻ തിരിച്ച് നിന്നെ തള്ളിപ്പറയുന്ന കാണാന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ ദൈവത്തിന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, ജോബിന് എന്ത് ചെയ്താലും അവനെ തള്ളിപ്പറയില്ല എന്നുള്ളത്. ജോബ് അത് കീപ്പും ചെയ്തു. അങ്ങനെ ദൈവം ചെകുത്താനെ അനുവദിക്കുകയാണ് ജോബിന്റെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കഷ്ടതകൾ വരാനായിട്ട്. അപ്പോഴാണ് ദൈവം പറയുന്നത്, അവന്റെ ജീവനെ തൊട്ടുപോരുത്, നീ അവന്റെ സ്വത്തുക്കൾ എടുത്തോ ആദ്യം, പിന്നീട് അവന്റെ ശരീരത്തിന്റെ രോഗങ്ങൾ കൊടുത്ത കുഴപ്പമില്ല, അവന്റെ എല്ലാം പൊക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ അവന്റെ ജീവനെ തൊട്ടുപോരുത് എന്ന് പറഞ്ഞ് ചെകുത്താൻ അനുവദിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു പെർമസീവ് വില്ലും ഉണ്ട്, ഒരു 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 എന്താ പറയാ പെർമനന്റ് വില്ലും ഉണ്ട്. അപ്പൊ ചില കാര്യങ്ങളല്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തന്നെ ദൈവത്തിന്റെ അറിവോട് കൂടിയാണ്, പക്ഷെ ദൈവം ആഗ്രഹിച്ചിട്ടല്ല. ഇറ്റ്സ് നോട്ട് ബൈ ദ എന്താ പറയാ ബൈ ദ വിഷ് ഓഫ് ഗോഡ്, ബട്ട് ഇറ്റ്സ് ബൈ ദ ഇൻഫർമേഷൻ ഓഫ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അറിവോട് കൂടിയാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും എവറിത്തിങ് ഇസ് ഇൻ വിത്ത് ഹിസ് നോളജ്. ദൈവം എല്ലാത്തിനെ കുറിച്ച് അറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ദൈവം എല്ലാം ആഗ്രഹിക്കുന്നില്ല. ഹി ഡസിന്റ് ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് ദൈവം ആഗ്രഹിച്ചിട്ടല്ല, അത് ഈ പറഞ്ഞ പോലെ ദൈവം അനുവദിക്കുന്നതാണ്. ഓക്കെ, എനിവേസ്, പിന്നെ ഒരു ഓട്ടോണോമി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ലോകത്ത് ഇതുപോലെയുള്ള കഷ്ടതയും തിന്മയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ വില്ല് വേണം. ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും ഫ്രീ വില്ല് എന്താന്നുള്ളത്. ഫ്രീ വില്ല് എന്ന് പറയുമ്പോഴേക്കും ഇല്ലേ, ഇപ്പൊ നമുക്കിപ്പോ ഒരു റോബോട്ടിനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ആ റോബോട്ട് പ്രവർത്തിക്കാൻ പോകുന്നത് അതിന്റെ ഒരു ഒരു ഇൻഫർമേഷൻ സെറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് വെച്ചിട്ടായിരിക്കും. അല്ലെ? അപ്പൊ നമുക്ക് അതിനകത്ത് കണ്ടീഷൻസ് കീപ്പ് ചെയ്യാം. നമുക്ക് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ഫോർ വാട്ട് എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് അത് ഡിസൈഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. മനുഷ്യന്മാർക്കുള്ള പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിനെതിരെ പോലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു റോബോട്ടിനോട് നമ്മൾ പറയുവാണ് ബിരിയാണി വെച്ചിരിക്കുകയാണ്, ബിരിയാണി. അപ്പൊ ബിരിയാണി എടുക്കണമെങ്കിൽ റോബോട്ടിന് ഇന്ന ഒരു സ്റ്റിമുലൈ ഉണ്ട്, അതിൽ എടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ആ റോബോട്ട് ബിരിയാണി എടുക്കത്തുള്ളൂ. പക്ഷെ മനുഷ്യന്മാർക്ക് അങ്ങനെയാണോ? അല്ല. നമ്മൾ എടുക്കരുത് എന്ന് പറഞ്ഞാൽ എടുക്കാനാണ് നമ്മുടെ ആഗ്രഹം. ഇല്ലേ? പിള്ളേരുടെ അടുത്ത് നമ്മൾ പറഞ്ഞ പോലെ പണ്ടൊക്കെ പിള്ളേരുടെ ഫ്രണ്ടിൽ മുട്ടായി വെച്ചിട്ട് അത് തൊട്ട് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും എങ്ങനെയാവാൻ വന്നെങ്കിൽ എങ്ങനെ എടുക്കും. അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യാനാണ് പിള്ളേർക്ക് കൂടുതൽ ആഗ്രഹം. അല്ലെ? ടു ഗോ എഗെയിൻസ്റ്റ് ദ ഇൻസ്റ്റിങ്. നമുക്ക് തീർച്ചയായിട്ടും നല്ല വിശപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആ വിശപ്പടക്കാൻ, ആശ അടക്കാൻ നമുക്ക് പറ്റും. വി ക്യാൻ ഡു ദാറ്റ്. ഇല്ലേ? അപ്പോൾ ദർ ഇസ് എ പവർ ഫോർ ദ ഹ്യൂമൻ വിൽ. അതിന് കാരണം ഈ ഫ്രീ വില്ലാണ്. വി ആർ ഫ്രീ ടു ചൂസ് വാട്ട് ഇസ് എന്താ പറയാ, വാട്ട് മൈ ബി എഗെയിൻസ്റ്റ് അവർ ഇൻസ്റ്റിങ്. ഓക്കെ, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ മറ്റ്
ഫ്രീ വിൽ ഉള്ളത് കൊണ്ടും കൂടെയാണ് സ്നേഹം ഉള്ളത്. ഓക്കെ, ഫ്രീ വിൽ ഇല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവുമോ? ഒരു റോബോട്ടിനെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മള് എന്തിനെന്ന് പറഞ്ഞ സിനിമയൊക്കെ പറയായിരിക്കും, പക്ഷെ അതൊക്കെ പൊട്ടതൊന്നുമല്ല. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്വയം നൽകലാണ്, അതൊരു തീരുമാനമാണ്, അതൊരു ഡിസിഷനാണ്. അതൊരു ഇമോഷണോ ഫീലിംഗോ അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയൊന്നും അല്ല. പല ആൾക്കാരും പറയും സ്നേഹം എന്ന് പറഞ്ഞാൽ ലവ് ഇസ് എൻ ഇമോഷൻ, ലവ് ഇസ് എ ഫീലിംഗ്, ലവ് ഇസ് സംതിങ് കോൾഡ്, നമുക്ക് നമ്മളൊരു പ്രത്യേക അവസ്ഥയിലായിരിക്കും ലവ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് നെവർ ലൈക്ക് ദാറ്റ്. ലവ് ഇസ് ഓൾവേസ് എ ഡിസിഷൻ. ലവ് ഇസ് ഓൾവേസ്, ആൻഡ് ഇറ്റ് ഓൾവേസ് കംസ് വിത്ത് സാക്രിഫൈസ് ആൻഡ് കമ്മിറ്റ്മെന്റ്. സാക്രിഫൈസ് കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന സാധനം ഇല്ല. മാത്രമല്ല, സെന്റ് തോമസ് അക്വിനാസ് പറയുന്നത് പോലെ ടു ലവ് ഇസ് ടു വിൽ ദ ഗുഡ് ഓഫ് ദി അതർ. അവരെന്റെ നന്മയെ കാംക്ഷിക്കുന്നതാണ് സ്നേഹം. ടു ലവ് ഇസ് ടു വിൽ ദ ഗുഡ് ഓഫ് ദി അതർ പേഴ്സൺ. അവരെന്റെ നന്മയെ കാംക്ഷിക്കുന്നതാണ് സ്നേഹം. അപ്പൊ അങ്ങനെ ഇരിക്കെ നമുക്ക് തീർച്ചയായിട്ടും സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ഫ്രീ വിൽ വേണം. ഫ്രീ വിൽ ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ സ്നേഹമുള്ളതും തിന്മയുള്ളത്. അല്ലെങ്കിൽ ദൈവത്തിനെതിരെ പോകാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും പറ്റുന്നത് ഫ്രീ വിൽ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദൈവത്തിന് ചുമ്മാ ഈ പറഞ്ഞ പോലെ എല്ലാവരും സൃഷ്ടിച്ചാൽ പോരെ, എവിടെന്നാ തിന്മ വരാൻ പോകുന്നേ? ഒരിക്കലും ഇല്ല. പക്ഷെ അപ്പൊ സ്നേഹം ഉണ്ടാവില്ല. സ്നേഹം ഉണ്ടാവണമെങ്കിൽ ഫ്രീ വിൽ വേണം. ഫ്രീ വിൽ ഉള്ളത് കൊണ്ട് തന്നെ വി വർ ഫ്രീ ടു സിൻ അഗെയിൻസ്റ്റ് ഗോഡ്. ചെകുത്താൻ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തു, നമ്മൾ അതിൽ വീണുപോയി, നമ്മൾ ദൈവത്തിന്റെ പാപം ചെയ്തു. അങ്ങനെ പാപം കടന്നു വരുന്നു. പൗലോസ് പറയുന്ന പോലെ ഒരു മനുഷ്യന്റെ അനുസരണക്കേടിലൂടെ പാപം ലോകത്തിലേക്ക് കടന്നു വന്നു. പക്ഷെ ഒരു മനുഷ്യന്റെ അനുസരണം മൂലം, കുരിശുമരണമുള്ള അനുസരണം മൂലം എല്ലാവരും കൃപയ്ക്ക് കീഴിലായി. ഇല്ലേ? റോമാക്കാരിലെ നമ്മൾ വായിക്കുന്ന. അപ്പൊ ഇതാണ് ശരിക്കും ഇതിന്റെ ഒരു സംഗതി. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ഇനി ആ പ്രധാനപ്പെട്ട കാര്യത്തിലൂടെ ഹോളിനെസ്. ഈ ഹോളിനെസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? ഹോളിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഈ ആടുകളുടെ മണമുള്ള ഇടയനാവണം, ആടുകളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു ഇടയനാവണം എന്ന് പറയുന്ന ഒരു സാധനം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ കാര്യം നോക്കുമ്പോഴേക്കേ നമ്മൾ പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോണില്ല. വി ആർ ഓൾവേസ് ഇൻ ആർ കംഫർട്ട് സോൺ. ഈ വിശുദ്ധി എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ എന്താ പറയാ, ഇറ്റ്സ് നെവർ ലൈക്ക് വി ആർ ഫോളോയിങ്. ഇല്ലേ? നമ്മളുടെ ഈശോയോട് ഒരാൾ വന്ന് ഒരു തനിക്കൊന്ന് ചോദിക്കുന്നുണ്ട്, ആഹ് ദൈവമേ സ്വർഗത്തിൽ പോയാൽ എന്ത് ചെയ്യണം? അപ്പൊ ഈശോ പറയുന്നുണ്ട്, നീ കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ടല്ലോ. അവർ ഞാൻ എല്ലാം ചെറുപ്പം പോലെ പാലിക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? നീ നിന്റെ അയൽക്കാരനെ പോലെ നിന്നെ തന്നെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. എങ്കിലും നിനക്കൊരു കുറവുണ്ട് താമസം ഈശോ പറയുന്നുണ്ട്, നിന്റെ സ്വത്തുകളെല്ലാം നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അത് ഈശോ പറഞ്ഞത് സ്വത്തുക്കളെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് ചെയ്താലേ വിശുദ്ധിയിലോട്ട് വരും എന്നുള്ള കാരണം അവനെ സംബന്ധിച്ച് അവന്റെ സ്വത്ത് ദൈവത്തെക്കാൾ വലിയൊരു സാധനമായിരുന്നു അവന്റെ മനസ്സിൽ. ആൻഡ് ദെൻ അത് മാറ്റിയെടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബൈബിൾ പഠനത്തിൽ പറയുന്ന കാര്യം. അപ്പൊ ഈ വിശുദ്ധി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിശദീകരിക്കപ്പെടുന്നത് വിശുദ്ധമായ വസ്തു അല്ലെങ്കിൽ വിശുദ്ധമായതിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഏശപ്രവാചന്റെ പുസ്തകത്തില് ഏശയായ ദൈവം വിശദീകരിക്കുന്ന എങ്ങനെയാ? ഇല്ലേ? ബലിപീഠത്തിൽ നിന്നും അഗ്നി എടുത്ത് തീക്കട്ട എടുത്ത് മാലാഖ ആ തീക്കട്ട ഈ പറഞ്ഞ പോലെ ഏശയുടെ നാവിൽ സ്പർശിക്കുന്നു. ഇല്ലേ? ഏശ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ദൈവമേ എന്റെ എന്റെ അധരം, ഞാൻ അധരം ദുഷിച്ചവനും ദുഷിച്ച അധരങ്ങളുടെ നടുവിൽ വസിക്കുന്നവൻ ജീവിക്കുന്നവനാണ്. അല്ലേ? അപ്പൊ ദൈവം തന്റെ ആ ബലിപീഠത്തിൽ നിന്നും വിശുദ്ധമായിട്ടുള്ള തീക്കട്ട എടുത്ത് ഏശയുടെ നാവിൽ തൊടുമ്പോഴേക്കും അതുവഴി ഏശയായ ദൈവം വിശുദ്ധീകരിക്കുകയാണ്. നമ്മളെ വിശുദ്ധീകരിക്കുന്നത് ഈശോയാണ്. വി കനോട്ട് ജസ്റ്റിഫൈ അവർസെൽസ്, വി കനോട്ട് മേക്ക് അവർസെൽസ് ഹോളി, ബട്ട് ഓൺലി വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുക എന്നുള്ള കാര്യം മാത്രമാണ്. അത് മാത്രമേ നമുക്ക് വിശുദ്ധിയിലോട്ട് അല്ലെങ്കിൽ വിശുദ്ധിയിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നമുക്ക് വിശുദ്ധിയിൽ എത്താൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് അതിന്റെ എല്ലാ തരത്തിലുള്ള മറ്റു കാര്യങ്ങളും അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും, പിന്നെ അതുപോലെ നമ്മൾ നോമ്പ് നോൽക്കുന്നതും, നമ്മൾ ആശയടക്കം നടത്തുന്നതും, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഡിസിപ്ലിൻ കീപ്പ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിൽ മാത്രം നിൽക്കാനും പറ്റത്തില്ല. വി ഹാവ് ടു ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇപ്പൊ കൊസ്ത്രേസി പുണ്യവതി പറയുന്ന ഒരു കാര്യമുണ്ട്. കൊസ്ത്രേസി പുണ്യവതി തന്റെ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഇടയ്ക്ക് കൊസ്ത്രേസി പുണ്യവതി ചില കാര്യങ്ങളൊക്കെ വായിക്കാറുമ്പോ അതിനകത്തൊരു കാര്യം വെച്ചാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ലോകത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും കൊടിയ പാപം ചെയ്താൽ പോലും ഐ വിൽ ത്രോ മൈസെൽഫ് ബാക്ക് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് മൈ ലോഡ് ബിക്കോസ് ഹീ ഈസ് മൈ ലിറ്റിൽ വേ. കൊസ്ത്രേസി പുണ്യവതി ഒരു ഒരു കുറുക്ക് വഴിയുണ്ട്. കൊസ്ത്രേസിന്റെ കുറുക്ക് വഴി എന്ന് പറഞ്ഞാൽ ഈശോയാണ് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള കുറുക്ക് വഴി. ഹീ ഈസ് മൈ ലിഫ്റ്റ് ടു ഹെവൻ, ഹീ ഈസ് ദ ലിറ്റിൽ വേ ടു ഹെവൻ. അപ്പൊ എനിക്ക് എന്ത് പറ്റിയാലും, ഞാൻ എത്ര കൂടുതൽ പാപം ചെയ്തു കഴിഞ്ഞാലും ഐ വിൽ ത്രോ മൈസെൽഫ് ബാക്ക് ടു ഗോഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപം എന്താണെന്നറിയാമോ? ലസ്റ്റും അതുപോലെ പ്രൈഡും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും അനാദി മുതലേ ഉണ്ട്. ഓക്കെ, നമ്മൾ പറയുന്ന 7 കാർഡിനൽ സിൻസ്, ലസ്റ്റ്, പ്രൈഡ്, സ്ലോത്ത്, പിന്നെ എൻവി, അതുപോലെ പിന്നെ ഗ്രീഡിനെസ് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആദ്യം പോലെ ഉണ്ട്. പക്ഷേ ദ പ്രോബ്ലം ഇസ്
നമ്മൾ ഈ പറയുന്ന പാപത്തിൽ വീണു പോയി കഴിഞ്ഞ് ആ പാപത്തിൽ തന്നെ തുടരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ചെകുത്താന്റെ ഏറ്റവും വലിയ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരാൾ പോൺ കണ്ടു കഴിഞ്ഞാൽ പോൺ തന്നെ പിന്നെയും പിന്നെയും കണ്ട് കണ്ട് അവൻ അഡിക്റ്റ് ആയി, പിന്നീട് അവന് പുറത്ത് വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തൊരവസ്ഥ. ഒരുപാട് കൂട്ടുകാർ എന്റെ പരിചയത്തിൽ അങ്ങനെയുള്ളവരുണ്ട്. കാരണം അവർക്ക് പുറത്തു വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ ദേ ആർ വെരി അഡിക്റ്റഡ് ടു പോൺ സച്ച് ദാറ്റ് ദേ ആർ നോട്ട് ഈവൻ ഏബിൾ ടു കം ഔട്ട്. അവർ വീണ്ടും 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 അതിൽ തന്നെ വീണ് പോവുക. പിന്നീട് അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ട് വീണ് പോകുമ്പോഴും അവർക്ക് ആ ആ ഒരു പിന്നീട് അത് ആവർത്തി ചെയ്തത് പോലും അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും എന്റെ ചില സിറ്റുവേഷൻസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ ചില ഹാബിച്വൽ സിൻസിൽ നിന്ന് പുറത്തു വരാകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ദൈവമേ ഞാൻ എല്ലാ കുമ്പസാരത്തിൽ നിന്ന് കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഐ മൈ നോട്ട് ചീറ്റിംഗ് യു ഇൻ എവറി കൺഫെഷൻ. ദൈവമേ ഞാൻ എല്ലാ കുമ്പസാരത്തിലും പറയുന്നുണ്ട്, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല, ഞാനിത് ചെയ്യത്തില്ല, ഞാനിത് ഈ പറഞ്ഞ പോലെ കൊണ്ടുവരത്തില്ല എന്നൊക്കെ. എന്നിട്ട് ഞാനിത് പിന്നെയും പിന്നെയും ചെയ്യുമ്പോഴേക്കും എനിക്കൊരിക്കലും, ദൈവമേ ഞാൻ ഒരിക്കലും നിന്റെ മുമ്പിൽ വരാൻ യോഗ്യനല്ല എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. ഐ എം നോട്ട് ഈവൻ വേർതി ടു കം ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇനി പാപമോചനം യാചിച്ച് നിന്റെ അടുത്ത് വരാൻ ഞാൻ യോഗ്യനല്ല എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതാണ് ഏറ്റവും വലിയ പാപം. അതാണ് ഏറ്റവും വലിയ പാപം. നമ്മൾ എത്ര പാപം ചെയ്തോട്ടെ, നമ്മൾ എന്ത് പാപം ചെയ്തോട്ടെ, there is nothing, there is no sin that God can't save us from except this one sin. കാരണം നമ്മൾ അവന്റെ അടുത്ത് പോണം. ഇല്ല, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു വിശുദ്ധൻ സെയിന്റ് ജോസ് മരിയ സ്ക്രിവിയർ എന്ന് തോന്നുന്നു. എനിവേസ് ഒരു വിശുദ്ധം പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവത്തില്ല. നീ ദൈവത്തിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. യു ഹാവ് ടു സബ്മിറ്റ് യുവർ സെൽഫ്, യു ഹാവ് ടു കംപ്ലീറ്റ്ലി കമ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ്. ദൈവമേ നീയാണ് എന്റെ രക്ഷകനും നാഥനും, ഞാൻ നിന്നെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കുന്നു, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണ സമർപ്പണം ഉണ്ടെങ്കിലേ നമുക്ക് തീർച്ചയായിട്ടും തമ്പുരാന്റെ ആ ഒരു ഗ്രേസ് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് കുമ്പസാരിക്കണം, എത്ര വേണേലും പോയി കുമ്പസാരിച്ചോ. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഒരു മറുവശങ്ങളുണ്ട് കേട്ടോ. ഒരിക്കലും കുമ്പസാരം എന്ന് പറയുന്നത് നമുക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, ഇല്ലേ? ഈശോ പറയുന്നത് പോലെ, അല്ലെങ്കിൽ പൗലോസിലെ റോമാക്കാരൊക്കെ പറ്റെന്ന് പറഞ്ഞു വരുന്നത് തന്നെ. അപ്പോ നാം കൃപയ്ക്ക് കീഴില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പാപം ചെയ്യാമെന്നാണോ? ഒരിക്കലുമല്ല. നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ തന്നെ ശ്രമിക്കണം. പക്ഷെ നമ്മൾ പാപത്തിൽ വീണു പോയാൽ പോലും ദൈവത്തിന് നമ്മളെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ആവശ്യമുണ്ട്. ഗോഡ് ഓൾവേസ് കൺസിഡേഴ്സ്, അല്ലെങ്കിൽ ഫോർ ദൈവത്തിന് നമ്മൾ ആദ്യം അവന്റെ മക്കളാ, അതിനുശേഷമാണ് പാപികൾ. വി ആർ ഫസ്റ്റ് ഹിസ് ചിൽഡ്രൻ ആൻഡ് ഓൺലി ദെൻ വി ആർ സിന്നേഴ്സ്. അതുകൊണ്ടാണ് ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നേ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ പറഞ്ഞ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഈശോയുടെ തിരുരക്തത്തിന്റെ ഈ പറയുന്ന ആ ഒരു വിലയേറിയത് അല്ലെങ്കിൽ പ്രൈസ്ലെസ് ആയിട്ടുള്ള ഹോളി ബ്ലഡ് ഓഫ് ക്രൈസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ ഒരു പാപവും ഇല്ല. ദർ ഇസ് നോ സിൻ ഇൻ ദിസ് വേൾഡ്. എല്ലാ പാപം കൂടെ കൂട്ടി വെച്ചാലും കർത്താവിന്റെ ഒരു തുള്ളി തിരുരക്തത്തിനെ പോലും അതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിശുദ്ധി എന്ന് പറയുമ്പോഴേക്കും ഓഫ് കോഴ്സ് നമ്മൾക്ക് തീർച്ചയായിട്ടും പാപമോചനം വേണം. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം, അല്ലേ? എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞത് കൊച്ചുത്രേസ്യ പുണ്യ തന്നെ പറഞ്ഞൊരു കാര്യം, ഞാൻ പാപികളിൽ ഒന്നാമനാണെന്നാണ് കൊച്ചുത്രേസ്യ പുണ്യ പറഞ്ഞത്. കൊച്ചുത്രേസ്യ പുണ്യ മാത്രമല്ല, നമ്മൾ എത്രമാത്രം വലിയ പാപിയാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം വലിയ പാപിയാണെന്നുള്ള തിരിച്ചറിവുണ്ട്. കൊച്ചുത്രേസ്യ പുണ്യവതി അതുപോലെ വലിയ വലിയ വിശുദ്ധരൊക്കെ നമ്മളെ വെച്ച് നോക്കുമ്പോഴേക്കും അവരൊന്നും ഒരു പാപം ചെയ്തില്ല എന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷെ അവരൊരു കുഞ്ഞു കാര്യം ചെയ്താൽ പോലെ അവർ പറയുന്നത്, ഞാൻ പാപികളിൽ ഒന്നാമനാണെന്നാ പറയുന്നത്. ഞാൻ പാപികളിൽ ഒന്നാമനുമാണ്. അത് പൗലോസിലെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു മനോഭാവം എന്ന് കരുതി ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു രണ്ട് വശം ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു എന്താ പറയാ, ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളൊരു എന്താ പറയാ, സെൽഫ് ആയിട്ടുള്ള ഒരു എന്നൊരു വാക്കുണ്ടല്ലോ, സെൽഫ് കൺവിക്റ്റിംഗ് ആവരുത്. അതായത് അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു സ്വയം നമ്മൾ കുറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാവരുത്. സെൽഫ് ബ്ലെയിമിങ്ങിലോട്ട് പോരുത് ഒരിക്കലും. ഓഫ് കോഴ്സ് നമ്മളെ തിരിച്ചറിവാണ്, ദൈവമേ ഞാൻ പാപികൾ ഒന്നാമനുമാണ്, എന്റെ കൂടെയുള്ള എല്ലാവരും ഈ പറയുന്ന പോലെ എന്നെക്കാളും മെച്ചപ്പെട്ടവരാണെന്ന് ചിന്ത വേണം, ഇല്ലേ? എപ്പോഴും എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് അസീസി ഒരിക്കലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഫ്രാൻസിസ് അസീസി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ കൂടെ മറ്റ് ഫ്രയേഴ്സും ഉണ്ട്. അപ്പോ എതിരെ ഒരു വ്യഭിചാരിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. ഓക്കെ, അപ്പം ഈ വ്യഭിചാരിനെ കൊണ്ടുപോകുന്ന സമയത്ത് മറ്റ് മങ്സ് ഒക്കെ ഇങ്ങനെ നമ്മുടെ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ പറയുന്നുണ്ട്, ഓ എന്തുമാത്രം പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാ അത്, അയാൾക്കൊക്കെ നമ്മളിപ്പോ ഈ പറയുന്ന പ്രാർത്ഥനയിലൂടെയും അല്ലെങ്കിൽ ഉപവാസത്തിലൂടെ ഒക്കെ വിശുദ്ധമായുള്ള ജീവൻ നയിച്ചാൽ എന്നാ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഫ്രാൻസിസ് പറഞ്ഞൊരു വളരെ വളരെ ഭംഗിയുള്ള ഒരു മറുപടി ഉണ്ട്. There goes another Francis if not for God's grace. പിടികിട്ടിയോ? അതായത് അപ്പുറത്ത് കൂടെ നടന്നു പോകുന്ന ആ പാപി അത് ഞാനാവേണ്ടവനാണ്, ദൈവത്തിന്റെ കൃപ ഇല്ലായിരുന്നുവെങ്കിൽ എന്നാ ഫ്രാൻസിസ് അസീസി ചിന്തിച്ചേ. അതായത് അപ്പുറത്ത് പോകുന്ന എന്ത് കൊടിയ പാപി ആയിക്കോട്ടെ, ഹി ഓൾവേസ് തോട്ട് എവറി അതർ പേഴ്സൺ ആസ് മച്ച് ബെറ്റർ ദാൻ ഹിംസെൽഫ്.
ഞാൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയിരിക്കുന്നത് ഫ്രാൻസിസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പാപികളിൽ ഒന്നാമനും, അല്ലെങ്കിൽ പാപികളിൽ ഒന്നാമനാണെന്നുള്ള ബോധ്യം. അതൊരു സെൽഫ് ബ്ലെയിമിംഗ് അല്ല, ഒരു സെൽഫ് കൺവിക്റ്റിംഗ് അല്ല, പക്ഷെ അതൊരു തിരിച്ചറിവാണ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് തമ്പുരാനോട് അടുക്കാനും, കൂടുതൽ തമ്പുരാന്റെ കരുണയിൽ ആശ്രയിക്കാനും, കൂടുതലായിട്ട് തമ്പുരാന്റെ ആ ഒരു കൃപയില് എപ്പോഴും ശരണം വെക്കാനും നമുക്ക് പറ്റും. അങ്ങനെ ചെയ്താലേ വിശുദ്ധിയിൽ എത്തത്തുള്ളൂ. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ബോധത്തിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് തമ്പുരാനെ ആശ്രയിച്ച് ജീവിക്കണം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യരുത്. തമ്പുരാൻ കൂടെയാണെന്ന് ഉറച്ച വിശ്വാസം വേണം, ഇല്ലേ? അബ്രഹാമിന്റെ വിശ്വാസം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്പൊ പൗലോസ്ലിയാണോ അല്ലെങ്കിൽ അത് എഴുതിയ ആരായാലും പറയുന്നുണ്ട്, അബ്രഹാമിനുണ്ടായിരുന്നത് വിശ്വാസത്തിനെതിർ അല്ലെങ്കിൽ വിശ്വാസത്തെക്കാൾ ഉണ്ടായിരുന്ന, ഇംഗ്ലീഷ് കറക്റ്റാ, ഹോപ്പ് അഗെയിൻസ്റ്റ് ഹോപ്പ്, പ്രതീക്ഷയെ അതിലംഘിക്കുന്ന പ്രതീക്ഷ എന്ന് വേണം പറയാം. ഹോപ്പ് അഗെയിൻസ്റ്റ് ഹോപ്പ്, ഹോപ്പിംഗ് അഗെയിൻസ്റ്റ് ഹോപ്പ്. ഇപ്പൊ അബ്രഹാമിന്റെ കേസ് പറയുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഇല്ലേ? 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ദൈവം ഒരു പുത്രനെ കൊടുക്കാന്ന് പറയുന്നു. എന്നിട്ട് ഇസ്മായിലിന് ശേഷം ഇസഹാക്ക് ജനിക്കുന്നു. ഇസഹാക്ക് ജനിച്ച് ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ലൊരു വടിവത്തായിട്ടുള്ള ഒരു 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 ടീനേജ് പറയാം, അല്ലെങ്കിൽ ഒരു 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 യങ് അഡൾട്ട്, ഇല്ലേ? നമ്മുടെ പാരമ്പര്യം പറയുന്നത് 33 വയസ്സെന്നാണ്. കാരണം സ്വന്തമായിട്ട് ഇത്രയും ബലിക്കുള്ള തടിയും കാര്യങ്ങളൊക്കെ ചുമന്നോട് പോകണമെങ്കിൽ ഇസഹാക്ക് ഒരു ശിശുവല്ല, ചെറിയ പയ്യനല്ല. ദാനിയേലച്ചൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ പറഞ്ഞ മരം എല്ലാം ചുമന്ന് മുകളിലോട്ട് പോയിട്ട് ഇസഹാക്ക് തന്റെ ദൈവത്തിന്റെ വാഗ്ദാനം എന്തായിരുന്നു? നിന്റെ പുത്രനിലൂടെ നിന്റെ സന്തതിയെ ഭൂമിയിലെ മണൽത്തരി പോലെ ആക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആകാശ നക്ഷത്രം പോലെ ആക്കുമെന്ന് പറഞ്ഞു. ആകെ തന്നിരിക്കുന്ന ഒരാൾ ഈ പറഞ്ഞ ഇസഹാക്കാണ്. ഇസ്മായിൽ പിന്നെ ആ വഴിക്കങ്ങ് പോയി. അപ്പൊ ഇസഹാക്കിലൂടെ തന്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു പറഞ്ഞ ദൈവം പിന്നീട് അവനെ ബലി കഴിക്കാൻ പറയുമ്പോഴേക്കും എബ്രഹാമിനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്, ആലോചിക്കാൻ നല്ലതാ. അപ്പൊ എബ്രഹാമിന് ഈ പറഞ്ഞ പോലെ ഹെബ്രായർക്ക് ലേഖനത്തിൽ ഇങ്ങനെ എഴുതുന്നേ, മരിച്ചവരിൽ നിന്ന് പോലും അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവം സാധിക്കുമെന്നുള്ളതായിരുന്നു എബ്രഹാമിന്റെ വിശ്വാസം. അതായിരുന്നു അവനെ ഇസാക്കിനെ ബലി കഴിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ബലി കഴിക്കാനായിട്ട് സന്നദ്ധനാക്കിയത്. ഇറ്റ് വാസ് എ ഹോപ്പിംഗ് അഗെയിൻസ്റ്റ് ഹോപ്പ്. അപ്പൊ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്പുരാനിൽ ആശ്രയിക്കണം. തമ്പുരാന്റെ കൃപാവരത്തിൽ എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം, എളിമപ്പെട്ടുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല, തമ്പുരാനിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഒരു നമ്മളുടെ വിശ്വാസത്തെ എന്താ പറയാ, ദൈവത്തിന് പോലും അതിശയകരമാം വിധം നമ്മൾ നമ്മുടെ വിശ്വാസം കാണിക്കണം, ഇല്ലേ? അതല്ലേ നമ്മൾ ശതാധിപന്റെ കേസിൽ കണ്ടേ? ഈശോ ഈ പറയുന്ന പോലെ ശതാധിപൻ വന്നിട്ട് ഈശോയോട് ഇങ്ങനെ പറയുന്നു, ദൈവമേ, ഞാനും ഈ പറഞ്ഞ പോലെ അധികാരത്തിൽപ്പെട്ടവനാണ്, എനിക്കും കീഴെ ഈ പറയുന്ന സേവകരുണ്ട്. ഒരുവനോട് ഇവിടെ വരണം എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, ഒരുവനോട് പോകണം എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു. അപ്പൊ ഞാനും കമാൻഡിന്, അല്ലെങ്കിൽ ഞാനും ഈ പറയുന്ന അധികാരത്തിൽ കേട്ടവരാണ്. അതുകൊണ്ട് ഈശോയെ, അങ്ങ് ഒരിക്കലും എന്റെ വീട്ടിൽ വരണം ഞാൻ ആവശ്യപ്പെടുന്നില്ല. അങ്ങ് എന്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ഒരു വാക്ക് മാത്രം മതി എന്റെ ഭൃത്യൻ സുഖപ്പെടുന്ന ശതകം പറഞ്ഞ്. അത് കണ്ടിട്ട് ഈശോ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇസ്രായേലിൽ ദൈവത്തിന്റെ ജനത്തിൽ പോലും ഇതുപോലുള്ള ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ജീസസ് വാസ് അസ്റ്റോണിഷ്ഡ് ബൈ ദ ഫെയ്ത്ത് ഓഫ് ദിസ് പർട്ടിക്കുലർ മാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരു അത്ഭുതം തോന്നാറുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. എന്റെ വിശ്വാസം തമ്പുരാൻ നോക്കുമ്പോ, ഇസ് ഹി അസ്റ്റോണിഷ്ഡ് ബൈ മൈ ഫെയ്ത്ത്? ഞാൻ ആലോചിക്കാനുള്ള കാര്യ, എന്റെ വിശ്വാസം കണ്ട് ദൈവം അത്ഭുതപ്പെടാറുണ്ടോ? അത്ഭുതപ്പെടണം. നമ്മൾ ദൈവത്തെ ആ കാര്യത്തിൽ, നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഈ പറഞ്ഞാൽ അബ്രഹാമിന്റെ വിശ്വാസം അല്ലെങ്കിൽ ആ ശതാധിപന്റെ വിശ്വാസം പോലെ നമ്മുടെ വിശ്വാസം ദൈവത്തിന് അത്ഭുതകരമായ വിധം വളരണം. അതും വിശുദ്ധിയിലേക്കുള്ള മാർഗമാണ്. അപ്പം വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് മാത്രമല്ല, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. പാപം ചെയ്യാതിരിക്കുക, കൽപ്പനകൾ പാലിക്കുക, ഈ പറഞ്ഞ പുണ്യപ്രവർത്തികൾ ചെയ്യുക, അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ തരും. പിന്നെ സാങ്ക്ടിഫൈങ് ഗ്രേസിലായിരിക്കുക, ഇല്ലേ? നമ്മൾ കുർബാനയിൽ എല്ലാ ദിവസം പോവുക, പങ്കെടുക്കുക, കുർബാന സ്വീകരിക്കുക, കുമ്പസാരിക്കുക, ഇടവിട്ട് കുമ്പസാരിക്കുക. കുമ്പസാരം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ഏറ്റുപറയുന്നത് മാത്രമല്ല, അവിടെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മറ്റ് കഷ്ടപ്പാടുകളൊക്കെ, അതൊരു വലിയൊരു എക്സോർസിസം നടക്കുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എക്സോർസിസ് നടക്കുന്നത് കുമ്പസാരക്കൂട്ടില്ല. ചെകുത്താൻ ഇഷ്ടമല്ല, ഹി ഡസൻ ലൈക്ക് ദ കൺഫെഷണൽ. കാരണം ഈ ചെകുത്താന് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്ന ഒരു സ്ഥലമാണ് കുമ്പസാരക്കൂട്. അവൻ വീണ്ടും അവൻ കഷ്ടപ്പെട്ട് കുരുക്കിലാക്കിയ മനുഷ്യൻ തന്നെ ഈ പറഞ്ഞ പോലെ തമ്പുരാന് വിട്ടുകൊടുക്കുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. ആ കുമ്പസാരക്കൂട്ട് ചെല്ലുമ്പോഴേക്കും നമ്മൾ വീണ്ടും സാങ്ക്ടിഫൈങ് ഗ്രേസിലോട്ടാണ് വരുന്നത്. സാങ്ക്ടിഫൈങ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വിശദീകരിക്കുന്ന കൃപ എന്ന് പറയും മലയാളത്തിൽ. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഒരു കൃപാവരങ്ങൾ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും നമ്മളെ ആ ഒരു മാമോദീസയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപയുണ്ട്, അതൊരിക്കലും പോകത്തില്ല. പക്ഷെ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മളെ വിശദീകരിക്കുന്ന കൃപ കുറഞ്ഞു കുറഞ്ഞു പോകും. അപ്പൊ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു ബന്ധത്തിൽ നമ്മൾ പിന്നെ അകന്നകന്ന് പോകുന്ന പോലെയാണ്. അത് എപ്പോഴും നവീകരിക്കാനായിട്ട് നമ്മൾ കുർബാന സ്വീകരിക്കുന്നതും കുമ്പസാരത്തിൽ പോകുന്നത് എപ്പോഴും നമ്മൾ നവീകരിച്ചുകൊണ്ടിരിക്കുക ആ ഒരു സാങ്ക്ടിഫൈങ് ഗ്രേസിൽ. അത് മാത്രമല്ല, വിവാഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കപ്പിൾസിന് പോലും അത്ഭുതകരമാം വിധം അവരുടെ കൂതാശ എന്തുമാത്രം അവരെ നവീകരിക്കുന്നെന്ന് അറിയാമോ? ഇതാണ് ഈ ഒരു എന്താ പറയാ, പലപ്പോഴും ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് ദ സാക്രമെന്റൽ നേച്ചർ ഓഫ് മാരേജ്, അല്ലെങ്കിൽ ദ സാക്രമെന്റൽ നേച്ചർ ഓഫ് സെക്സ്. ഇപ്പൊ ലാറ്റിൻ റൈറ്റില് ഈ പറഞ്ഞ പോലെ വിവാഹം എന്ന് പറയുന്ന കൂതാശ പരികർമ്മം ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. സിറിയൻ ട്രഡീഷനില് വിവാഹം എന്ന കൂതാശ പരികർമ്മം ചെയ്യുന്നത് വൈദികനാണെങ്കിലും
ആ വൈദികൻ തുറന്നു കൊടുക്കുന്ന ഒരു ഇൻഫിനിറ്റ് ഫൗണ്ടൻ ഉണ്ട്, അതങ്ങനെ പറയുന്നത്. ദൈവത്തിന്റെ കൃപാവരത്തിൽ നിന്നും ഒഴുകി വരുന്ന അനർഗളമായിട്ടുള്ള ആ ഒരു കൃപയുടെ നീർച്ചാല് എന്നേക്കുമായിട്ട് വൈദികൻ ഈ പറഞ്ഞ ദമ്പതികൾക്ക് തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് സിറിയൻ ട്രഡീഷൻ. അപ്പോ എപ്പോഴെല്ലാം ഈ പറയുന്ന കപ്പിൾസ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നോ, ആ പറയുന്ന വിവാഹത്തിന്റെ പവിത്രതയിൽ, വിവാഹത്തിന്റെ ആ ഒരു സാക്രമെന്റൽ യൂണിയനിൽ അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നോ, അപ്പോഴെല്ലാം അവർ വീണ്ടും സാങ്ക്ടിഫൈങ് ഗ്രേസിൽ വന്നുകൊണ്ടിരിക്കുക. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ മിസ്റ്ററി. ദൈവം അത് കണക്കിന് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഈ സെക്സിന്റെ ഇത്രമാത്രം ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. അത് അറിയാതെ പോകുന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 വലിയ തീരെ നഷ്ടമാണ് ശരിക്കും. നമുക്ക് ദൈവം തന്നിരിക്കുന്നില്ലേ, മറ്റേത് മതത്തിനുണ്ട് ഒരു കൂതാശയായിട്ട് സെക്സ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. ദൈവം തന്നിരിക്കുന്ന സെക്സ് എന്ന് പറഞ്ഞാൽ അതൊരു കൂതാശയായിട്ട് തന്നിരിക്കുന്നത്. ഇറ്റ്സ് എ കൂതാശ. കൂതാശ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ അദൃശ്യമായിട്ടുള്ള കൃപാവരങ്ങൾ നമുക്ക് ദൃശ്യമായിട്ടുള്ള അടയാളങ്ങളോട് തരുന്നൊരു കാര്യം കൂതാശ. അപ്പോ ജസ്റ്റ് ഇമാജിൻ, അവര് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഈ പറയുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവര് സെക്സിൽ ഏർപ്പെടുമ്പോൾ അവര് വീണ്ടും അവരുടെ കൃപാവരത്തിൽ, ദൈവം തരുന്ന കൃപാവരത്തിൽ അവർ അറിയുക എന്ന് പറയുമ്പോഴേക്കും ദാറ്റ് ഇസ് സിംപ്ലി ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവരോടാണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിക്കണം. കാരണം ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ പാപം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന പാപം, അല്ലെങ്കിൽ ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോ മാതാവ് ആ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തൊരു കാര്യം, നരകത്തിൽ ചെന്ന് പതിക്കുന്ന ഏറ്റവും കൂടുതൽ വ്യക്തികൾ അവർ ചെയ്തിരിക്കുന്ന പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിൻ ഓഫ് ലസ്റ്റ് ആണ്. സിൻ ഓഫ് ലസ്റ്റ് അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് തിരുത്താനാവാത്ത അല്ലെങ്കിൽ പുറത്തു വരാൻ പറ്റാത്ത സാധനമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ പാവാവസ്ഥയിൽ തന്നെ തുടർന്ന് നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ഇല്ല എന്നുള്ള ചിന്തയാണ് അതിലും വലിയ പാപം. ലസ്റ്റിൽ വീണ് പോയാലും, നമ്മൾ എത്ര പോണോഗ്രഫിക്ക് അടിക്കായാലും, നമ്മൾ ഈ പറഞ്ഞ പോലെ പോണോഗ്രഫി വീണ്ടും വീണ്ടും കണ്ടെന്ന് വന്നാലും, നമ്മൾ തുടർച്ചയായിട്ട് കുമ്പസാരിച്ച് തമ്പുരാനെ എന്ന കൃപ ചോദിച്ച് മേടിച്ച് ആ കൃപയുടെ ശക്തിയായാലും കൃപയുടെ ബലത്താലും നമ്മൾ ആ പാപത്തിന് പുറത്തു വരണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധരാവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സാധനം. പിന്നെ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരണം വരെ നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടമാണ് വിശുദ്ധി എന്ന് പറഞ്ഞാൽ. ടു ബി ഹോളി ഈസ് എ ബാറ്റിൽ ടിൽ അവർ ലാസ്റ്റ് ബർത്ത്. അതിനൊരു അന്ത്യമില്ല, അതിനൊരു വിശ്രമമില്ല. നമ്മൾ എല്ലാ നിമിഷവും നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലായ്പ്പോഴും നമ്മൾ ആ വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ.